മൂപ്പരുടെ ആ സങ്കടമാണ് ഇന്നലെ കോൺഗ്രസിനും ലീഗിനും തീർന്നത്. സുപ്രീം കോടതിയിൽ പോയി കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പകപോക്കലിന് ഇ ഡിയെ ഉപയോഗിക്കുന്നു എന്ന് പറയുക, പക്ഷേ പിണറായിക്കെതിരെ ഇ ഡി അന്വേഷിക്കാത്തതിൽ സ്റ്റേജിൽ കയറി സങ്കടപ്പെടുക. സതീശൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ട് പിന്നാലെ പിണറായിയുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ്. കോൺഗ്രസിനും ലീഗിനും സന്തോഷം. ശരിക്കും നിങ്ങൾക്ക് എത്ര ഡേഷാണ് എന്നാണ് ചോദിക്കേണ്ടത്. ഇന്നലെ രാവിലെ മുതൽ കോൺഗ്രസും ലീഗും സംഘികളും ആഘോഷത്തിലായിരുന്നു. പിണറായിയുടെ വീട്ടിൽ ഇ ഡി പരിശോധന. ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്കപ്പുഴുക്ക് കിട്ടിയ പോലെ മാധ്യമങ്ങളും ആഘോഷമാക്കി. എന്നാൽ രാഷ്ട്രീയ പക വീട്ടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്കെതിരെ കള്ളക്കേസും പരിശോധനയുമായി വന്നാൽ വിവരമറിയുമെന്ന് ഇ ഡിക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഇന്നലെ. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഏകദേശം 4 വർഷം മുമ്പ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത കാണിക്കാം. അന്ന് ഒട്ടുമിക്ക മാധ്യമങ്ങൾ നൽകിയ വാർത്തയാണെങ്കിലും മൗദൂദികളുടെ പത്രമായ മാധ്യമം ഓൺലൈൻ പത്രത്തിൽ വന്നൊരു വാർത്തയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കുമെന്ന് ഏറെക്കുറെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: ഇ ഡിക്ക് കൂടുതൽ അധികാരം, സുപ്രീം കോടതി വിധിക്കെതിരെ 17 പാർട്ടികൾ. ന്യൂഡൽഹി: കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൂടുതൽ അധികാരം നൽകിയ കള്ളപ്പണ നിരോധന ഭേദഗതി ശരിവച്ച സുപ്രീം കോടതി വിധിക്കെതിരെ 17 പ്രതിപക്ഷ പാർട്ടികൾ. അപകടകരമാണ് ഏതാനും ദിവസം മുമ്പുണ്ടായ കോടതി വിധിയെന്ന് സംയുക്ത പ്രസ്താവനയിൽ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടി. കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് ഏതാനും പാർട്ടികൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, DMK, ആം ആദ്മി പാർട്ടി, CPM, CPI, മുസ്ലിം ലീഗ്, RSP, കേരള കോൺഗ്രസ്, NCP, RJD, ശിവസേന തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കളാണ് സംയുക്ത പ്രസ്താവന ഇറക്കിയത്. ഇ ഡിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ഈ പറയുന്ന 17 പ്രതിപക്ഷ പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ അതിൽ നമ്മുടെ മുസ്ലിം ലീഗ് ഉണ്ടെന്ന കാര്യം നമ്മൾ മറക്കരുത് കേട്ടോ. ഇനി എന്തിനാണ് ഇവർ ഇ ഡിയെ ഈ വിധം എതിർക്കുന്നത്? അതിൻ്റെ കാരണവും ഈ വാർത്തയുടെ അവസാനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. പരമോന്നത കോടതിയോട് അങ്ങേയറ്റം ആദരമുണ്ട്. ധനനിയമമാർഗം സ്വീകരിച്ചതിൻ്റെ ഭരണഘടനാ സാധുത പരിഗണിക്കുന്ന വിശാല ബെഞ്ചിൻ്റെ വിധി വരുന്നതുവരെ കോടതി കാത്തിരിക്കേണ്ടിയിരുന്നു. രാഷ്ട്രീയമായ പകപോക്കലിന് നിയമദുരുപയോഗം നടത്തുന്ന സർക്കാരിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുകയാണ് സുപ്രീം കോടതി വിധി ചെയ്തത്. അപകടകരമായ വിധിക്ക് ആയുസ്സില്ലെന്നും ഭരണഘടനാ വ്യവസ്ഥകൾ വൈകാതെ ജയം നേടുമെന്നും പ്രതീക്ഷിക്കുന്നതായി പ്രസ്താവനയിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പകപോക്കലിന് ഉപയോഗിക്കുന്നുണ്ട് ഈ അന്വേഷണ ഏജൻസി എന്ന് കോൺഗ്രസിനും ലീഗിനും വരെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും കൂറുമാറി BJPയിൽ എത്തുന്നവരുടെ കാര്യത്തിൽ വല്ല കയ്യും കണക്കുണ്ടോ? ദിവസേന എന്നോണം അത്തരത്തിലുള്ള നിരവധി വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് BJP പാർലമെന്റ് അംഗങ്ങളായവരിൽ പകുതിയിലധികവും പഴയ കോൺഗ്രസ്സുകാരല്ലേ? കോൺഗ്രസിന്റെ പഴയ 13 മുഖ്യമന്ത്രിമാർ ഇന്ന് BJPയിലല്ലേ? കേരളത്തിലേക്ക് നോക്കൂ, പഴയ 3 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇന്ന് BJP പാളയത്തിലല്ലേ? ഇ ഡി എന്ന അന്വേഷണ ഏജൻസിയെ കൊണ്ട് കേസ് എടുപ്പിച്ചപ്പോൾ ഭയന്ന് വിറച്ച് BJP പാളയത്തിലെത്തിയവരാണ് ഇവരിലേറെയും. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന കാര്യത്തിൽ അധികാരത്തിലിരുന്ന സമയത്ത് കോൺഗ്രസ് മോശമായിരുന്നില്ല. ഈ ഇ ഡി എന്ന അന്വേഷണ ഏജൻസിയെക്കുറിച്ച് മുമ്പ് നമ്മൾ അധികം കേട്ടിരുന്നില്ല. അന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിരുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി എന്നത് CBI ആയിരുന്നു. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയുടെ സിനിമകളിലൂടെ ഏറെ പരിചയമുള്ള അതിസമർത്ഥരായ ബുദ്ധിമാന്മാരായ അന്വേഷണ ഏജൻസിയാണ് CBI. എന്നാൽ 2013 കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച സമയത്താണ് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി CBIയെ കുറിച്ച് ഒരു ഗുരുതരമായ പരാമർശം നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ കൂട്ടിലടച്ച തത്തയാണോ CBI എന്നാണെന്ന് സുപ്രീം കോടതി ചോദിച്ചത്. നമ്മുടെ കൽക്കരി പാടം അഴിമതിയുമായി ബന്ധപ്പെട്ട വിചാരണ വേളയിലാണെന്ന് തോന്നുന്നു സുപ്രീം കോടതി അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. എന്താണ് ഈ കൂട്ടിലടച്ച തത്തയുടെ പ്രത്യേകത? യജമാനൻ എന്താണോ പറയുന്നത് അത് അതേപോലെ ഏറ്റുപറയും, അർത്ഥമറിയാതെ. തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചാണ് അന്ന് രാജ്യം ഭരിച്ച കോൺഗ്രസ് CBI ഉപയോഗിച്ചിരുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് സുപ്രീം കോടതിയാണ്. എന്നാൽ ആ കോൺഗ്രസിനെ പുറത്താക്കി പകരം BJP അധികാരത്തിൽ വന്നപ്പോഴും ചരിത്രം അതേപോലെ ആവർത്തിക്കുന്നു. ചില വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. കോൺഗ്രസ് ഭരിച്ചപ്പോൾ CBI ആയിരുന്നെങ്കിൽ BJP ഭരിക്കുമ്പോൾ ED ആണ്. CBIയെ കോൺഗ്രസ് കൂട്ടിലടച്ച തത്തയാക്കിയെങ്കിൽ ഇന്ന് BJPയുടെ കേന്ദ്ര സർക്കാർ EDയെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഭയപ്പെടുത്തി വരുതിയിലാക്കി BJPയിൽ ആളെ കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്. അത് ബോധ്യപ്പെട്ട് അതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ പോയപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അതിലുണ്ടായിരുന്ന മറ്റൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവരാണിപ്പോൾ ED പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്തതിനെ ആഘോഷിക്കുന്നത്. രാഷ്ട്രീയ പകപോക്കലിന് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ED ഉപയോഗിക്കുന്നു എന്ന് സുപ്രീം കോടതിയിൽ പോയി പറയാൻ നേതൃത്വം കൊടുത്ത അതേ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പക്ഷേ കേരളത്തിലെത്തുമ്പോഴുള്ള വിഷമം വേറൊന്നായിരുന്നു. എന്തുകൊണ്ടാണ് ED പിണറായി വിജയനെതിരെ അന്വേഷണം നടത്താത്തത് എന്നാണ് മൂപ്പരുടെ ചോദ്യം. I want to understand why the CBI and the ED
take action against opposition politicians, but do not take action against the Chief Minister of Kerala or the politicians of Kerala. Why has the ED taken no action on the Chief Minister of Kerala and his family? മൂപ്പരുടെ ആ സങ്കടമാണ് ഇന്നലെ കോൺഗ്രസിനും ലീഗിനും തീർന്നത്. സുപ്രീം കോടതിയിൽ പോയി കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പകപോക്കലിന് ഇ ഡിയെ ഉപയോഗിക്കുന്നു എന്ന് പറയുക, പക്ഷേ പിണറായിക്കെതിരെ ഇ ഡി അന്വേഷിക്കാത്തതിൽ സ്റ്റേജിൽ കയറി സങ്കടപ്പെടുക. സതീശൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ട് പിന്നാലെ പിണറായിയുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ്. കോൺഗ്രസിനും ലീഗിനും സന്തോഷം. ശരിക്കും നിങ്ങൾക്ക് എത്ര ഡേഷാണ് എന്നാണ് ചോദിക്കേണ്ടത്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ പിന്നെയും പറയും ഡീലാണെന്ന്. കോൺഗ്രസും ലീഗും ഛർദ്ദിക്കുന്നത് അത്രയും വാരി വിഴുങ്ങി അച്ചു നിരത്താനും കോട്ടിട്ട് വിളിച്ചു പോവാനും കുറെ മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരും. എന്നിട്ടോ റെയ്ഡ് നടത്തിയ ഇ ഡി മലരുകൾക്ക് അവസാനം എന്താ കിട്ടിയത്? കണ്ണൂരിലെ പിണറായിയുടെ വീട്ടിൽ റെയ്ഡിന് ശേഷം അവിടെ പ്രതിഷേധിക്കാനായി കൂടി നിന്ന സഖാക്കളോട് സഖാവ് ജയരാജൻ പറയുന്നത് കേട്ടോക്ക്. ഓഫീസർമാർ വീടിന്റെ പിണറായി ഇല്ലാത്ത സമയത്ത് വീടിൽ സൂക്ഷിക്കുന്ന ആള് എന്ന നിലയിൽ നാണുവാട്ടിന് എഴുതി കൊടുത്ത ആ പേപ്പറിന്റെ മഹസർ, അതെ, വീടിന്റെ പേരടക്കി എഴുതി എന്നിട്ട് മഹസറിൽ പറഞ്ഞിട്ടുള്ള കാര്യം അതിലെ നമുക്ക് ബാധകമായത് മാത്രം ഞാൻ വായിക്കാം. The officers then started the search proceedings at 8:30 a.m. on 27/5/2026. The premises consist of 2-floor building and a servant quarter. The officers conducted the search of the premises in a systematic manner. During the course of search proceedings, nil incriminating documents and devices have been recovered and seized. During search statement of Sri Nano was recorded. The same is explained to Sri Nano in vernacular language. അപ്പോൾ നാണുവാട്ടിന് ഇവർ ഇത് കൊടുക്കുകയും മലയാളത്തിൽ വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നാണുവാട്ടിന് കൊടുത്ത ഈ സെർച്ച് റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ യാതൊരു രേഖകളും സെർച്ച് നടത്തിയതിനെ തുടർന്ന് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് അപ്പോൾ ഞങ്ങൾക്കതിൽ വ്യക്തമായ വസ്തുതകളും തെളിവുകളും ഒക്കെ അടിസ്ഥാനമാക്കി തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. ഇതിൽ ഈ ഉദ്യോഗസ്ഥന്മാർ ഇനി പോകേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നാം ഉദ്യോഗസ്ഥന്മാർക്ക് എതിരായിട്ടല്ല സമരം. നാം നടത്തുന്ന സമരം UDF, കോൺഗ്രസ്, BJP, ടീലിനെതിരായിട്ടുള്ള രാഷ്ട്രീയ സമരമാണ്. രാഷ്ട്രീയ വേട്ടക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരും. അതുകൊണ്ട് നമുക്ക് പ്രകടനമായി ഓലയമ്പലത്തിലേക്ക് പോകാം. അതുകൊണ്ട് എല്ലാവരും പ്രകടനത്തിൽ അണിനിരക്കണം. മടിയിൽ കനവില്ലാത്തവർക്ക് വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ. കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്ന അന്വേഷണ ഏജൻസിയാണ് ED എന്ന് സുപ്രീം കോടതിയിൽ പോയി പരാതി പറഞ്ഞ കോൺഗ്രസിനെയും ലീഗിനെയും ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഇതേ രാഹുലിനെതിരെയും അമ്മ സോണിയാഗാന്ധിക്കെതിരെയും ED നടപടികളുമായി വന്നപ്പോൾ അതിനെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയ പാർട്ടിയുടെ പേരാണ് CPIM. ശക്തമായി വിമർശിച്ച നേതാവിൻ്റെ പേരാണ് പിണറായി. സംഘികളുമായി കാലാകാലങ്ങളായി നിങ്ങളുണ്ടാക്കിയ ഡീല് കൊണ്ടൊന്നും CPIM നേതാക്കളെ തകർക്കാനാവില്ല. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ഇത് കോൺഗ്രസ് അല്ല കൂട്ടരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഓർത്തോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.